വെൽക്കം ടു ന്യൂസിലാൻഡ് മല്ലു ഗായ്സ്. ഇന്ന് ന്യൂസിലാൻഡ് മൗറികളുടെ ന്യൂ ഇയർ ആണ്. ന്യൂ ഇയർ സെലിബ്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. മട്രാക്കി ഡേ എന്നാണ് പറയുന്നത്. അത് കാണാനാണ് പോകുന്നത്. അത് മുഴുവൻ എക്സ്പ്ലോർ ചെയ്യാനുള്ള കാണാം. അതിന്റെ ക്രൗഡാണ് ഈ കാണുന്നത് മുഴുവൻ കേട്ടോ. ബിഗ് ക്രൗഡാണ് ഇവിടെ ഉള്ളത്. ഇന്ന് രാത്രി മുഴുവൻ ഈവൻറ്റ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹക്ക അങ്ങനെയുള്ള പല പരിപാടികളും ഉണ്ടാവും. നമുക്കെല്ലാം കാണാം ഗായ്സ്. ഏതാണ്ട് 1600കളിലാണ് മൗറികൾ ന്യൂസിലാൻഡിൽ എത്തുന്നത്. ഏതാണ്ട് ഇംഗ്ലീഷുകാർ വരുന്നത് 1850കളിലൊക്കെയാണ്. 1600 എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്ത്യയിലൊക്കെ ബ്രിട്ടീഷുകാർ വന്ന സമയത്താണ് ഇവിടെ. അപ്പോൾ മൗറികളുടെ ഒരു ന്യൂ ഇയർ സെലിബ്രേഷനാണിത്. മൗറികളുടെ ന്യൂ ഇയർ മട്രാക്കി ഡേ എന്നാണ് പറയുന്നത്. കഴിഞ്ഞ 2 വർഷമായിട്ടാണ് ന്യൂസിലാൻഡിൽ പബ്ലിക് ഹോളിഡേ തന്നെ കിട്ടിയിരിക്കുന്നത് ഞങ്ങൾക്ക്. അതായത് ജസീന്ത ആഡം കഴിഞ്ഞ പ്രൈം മിനിസ്റ്ററാണ് മൗറികൾക്ക് കുറച്ചും കൂടെ ഇത് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് അവരുടെ ഒരു ന്യൂ ഇയറിന് ഒരു പബ്ലിക് ഹോളിഡേ ഒക്കെ ആക്കിയിരിക്കുന്നത്. അത് കഴിഞ്ഞ് എല്ലാ വർഷവും തന്നെ ഇങ്ങനെ ഓരോ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. ഫുഡ് സ്റ്റോളുകളും ഹക്കയും അങ്ങനെ ഒത്തിരി എന്താണ് ഒരു 2 o'clock തൊട്ട് രാത്രി ഒരു 10 മണി വരെയുള്ള പല പ്രോഗ്രാംസാണ്. ഇപ്പം ഞാൻ നിൽക്കുന്നത് ന്യൂസിലാൻഡിലെ ഹാമിൽട്ടണിലാണ്. ഇത് ഹാമിൽട്ടൺ ലേക്കാണ് അവിടെ കാണുന്നത്. ഹാമിൽട്ടൺ ലേക്കിനോട് ചേർന്നാണ് ഈ പരിപാടി സംഭവങ്ങൾ നടക്കുന്നത്. കുറച്ചും കൂടെ സൺ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും. കുറേ ലൈറ്റ്സും അതുപോലെ പല പരിപാടികളും വരും. നമുക്ക് വല്ല ഫുഡ് സ്റ്റോളുകളൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കാം ആദ്യം. പിന്നെ ഇവിടെ വേറെ എന്തൊക്കെയാണ് മട്രാക്കിയെ പറ്റി പറയുന്നതെന്ന് നോക്കാം. മട്രാക്കി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 7 സ്റ്റാർസിനെ ബിലീവ് ചെയ്തിട്ടുള്ള പരിപാടിയാണ്. അതിലൊരു സ്റ്റാറിനെ മട്രാക്കി എന്നാണ് പറയുന്നത്. ഈ സമയങ്ങളിൽ നമുക്ക് ആകാശത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ക്ലസ്റ്ററായിട്ടൊരു 7 നക്ഷത്രങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഫേസ് പെയിൻറ്റിംഗ് ഒക്കെ ഫ്രീ ആയിട്ട് നടക്കുന്നുണ്ട്. അതൊക്കെയാണ് ഈ കാണുന്നത് കേട്ടോ. ഹാമിൽട്ടൺ സിറ്റിയാണ് ചെയ്തു കൊടുക്കുന്നത്. കോയിനൊക്കെ ഡൊണേഷൻ കൊടുക്കാമായിരിക്കും കേട്ടോ. കളറിങ് സ്റ്റേഷൻ പിള്ളേർക്ക് കളർ ചെയ്യാനുള്ള മൗറി ഇതിനെപ്പറ്റിയൊക്കെയാണ് പറയുന്നത്. മൗറിക ഇതൊരു സ്റ്റാർസിൻ്റെ ഒരു ഇത് ഇവിടെ കൊടുത്തിരിക്കുകയാണ്. ഇവിടെ അകത്ത് കയറി കഴിഞ്ഞാൽ ആ സ്റ്റാർസിൻ്റെ ഇതിലുള്ള ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഫ്രീ ആണോ? അല്ല, അത് ഫ്രീ ആണ്. പക്ഷേ ഇത് മുഴുവൻ ക്യൂ നിൽക്കുന്ന കേട്ടോ. ഇത് മുഴുവൻ അതിനുള്ള ക്യൂ ആണ് ഈ കാണുന്നത്. ഇവിടെയുള്ള ഫുൾ ലൈറ്റ്സും അതുപോലെ സൗണ്ട് സിസ്റ്റവും മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത് ഇവരാണ് കേട്ടോ. ഈ നിൽക്കുന്നവരാണ്. ഈ ടീമുകളാണ് മുഴുവൻ സൗണ്ട് സിസ്റ്റം കൺട്രോൾ ചെയ്യുന്നത് കേട്ടോ. പവർഫുൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇടിയാണ്. ബീച്ച് നല്ല ബീച്ചാണ്. ആളുകളൊക്കെ ഇവിടെ ഇങ്ങനെ നിലത്ത് വന്ന് ഇരിക്കുകയാണ് കേട്ടോ. ഫുഡും ഒക്കെ ആയിട്ട് സ്മോക്കോ അങ്ങനെയുള്ള പരിപാടികൾ പുകവലിയൊന്നും പാടില്ല എന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. എനിവേ സൗണ്ട് സിസ്റ്റം മാനേജ് ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് തന്നെ എന്തൊക്കെയോ സൗണ്ട് സിസ്റ്റത്തിനെ പറ്റി ആ പവർഫുള്ളായിട്ടുള്ള സംഭവം കൂടെ പോയിട്ടോ. നമുക്ക് പതുക്കെ നടന്നിട്ട് നമുക്ക് ഫുഡ് ഐറ്റംസ് എന്തൊക്കെയുള്ളത് നോക്കാം. ഇവിടെ വിളിച്ച് പറഞ്ഞു കേട്ടു ഇന്ത്യൻ ഫുഡും അതുപോലെ തന്നെ എന്താണ് ഇവിടുത്തെ സ്റ്റേക്കും ബീഫും അങ്ങനെ പല ഫുഡും പറയുന്നത് കേട്ടു. നല്ലൊരു സ്ഥലത്താണ് ഇവിടെ നിൽക്കുന്നത്. അതാണ് ഇതിൻ്റെ രസം. ഇവിടെ ഹോട്ട് ചിപ്സ്, സാൻഡ്വിച്ച്, അമേരിക്കൻ ഡോഗ്, എന്താണ് സ്റ്റേക്ക്, സംതിങ് ലൈക്ക് ദാറ്റ്. ഇവിടെ മെക്സിക്കൻ ഫുഡാണ് അവിടെ കിട്ടുന്നത്. ഇവിടെ അതുപോലെ കിവി ഫുഡ് എന്ന് പറഞ്ഞ് കാണുന്നുണ്ട്. കിവി ഫുഡ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ പോലെ അങ്ങനെ ഒരു സ്പെഷ്യൽ ഫുഡില്ല കേട്ടോ. മെയിൻ കിവി ഫുഡ് എന്ന് പറഞ്ഞാൽ ചിപ്സ് ആൻഡ് ഫിഷ് ആയിരിക്കും കേട്ടോ. നമുക്ക് പോയി നോക്കാം. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ അടുത്ത ഫുഡ് മാർട്ട് കാണുന്നുണ്ട്. ഐസ്ക്രീം കാണുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെ വരിക, ഇവിടെ വന്നങ്ങോട്ട് എൻജോയ് ചെയ്യുക. അതൊക്കെയാണ് ഇവിടുത്തെ ആഘോഷങ്ങൾ എന്ന് പറഞ്ഞാൽ. ഫുഡടിയും ഡിന്നറും ഒക്കെ ഇവിടെ ആയിരിക്കും ആളുകളൊക്കെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പായൊക്കെ കൊണ്ടുവന്നിട്ട് നിലത്ത് മുഴുവൻ വിരിച്ചിട്ടിട്ട് അങ്ങ് ഇരിക്കുകയാണ്. ചെയറും ഇതുണ്ടോ. ഇവിടെ ഡോണറ്റ്സ് ഒക്കെയാണ്.
ട്രഡീഷണൽ സ്പാനിഷ് ഡിലൈറ്റ്, ഇതെന്താ പിസ്സാസ്. ഡർബൻ ഇൻഫ്ലുവൻസ്ഡ് എവറി ബൈറ്റോ. ഇതെന്താ കൊറിയൻ, ഇന്ത്യൻ ഒക്കെ കാണുന്നുണ്ട് ഇവിടെ. ശരിക്കും ആളുകളിങ്ങനെ വന്നിങ്ങനെ ഫാമിലി ആയിട്ട് ഇങ്ങ് വരികയാണ്. ഇതിൻ്റെ ഒരു മെയിൻലി ഇത് ഈ മെട്രാക്കി ഡേയുടെ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകളെല്ലാം കൂടെ ഗ്യാദർ ചെയ്യുക, അതിനൊപ്പം തന്നെ എന്താണ് മരിച്ചുപോയ ആളുകളെ ഓർക്കുക, അങ്ങനെയുള്ളതും പിന്നെ ഒരു സെലിബ്രേഷൻ, അതൊക്കെയാണ് ഇതിനെപ്പറ്റി പറയുന്നത് കേട്ടോ, മെട്രാക്കി ഡേയെ പറ്റി പറയുന്നത്. ഇവിടെ ഒരു സംഭവം കാണുന്നുണ്ടല്ലോ, ഇതെന്താ ഇന്ത്യൻ ആണോ, ഇന്ത്യൻ ദോശയാണെന്ന് തോന്നുന്നു, ദോശാവാലയാണോ, സോൾട്ട് ആൻഡ് പെപ്പർ സംതിങ്. ഇത് ദോശയല്ല, ഫ്രൈഡ് റൈസും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് കാണുന്നത്. ഫ്രൈഡ് റൈസ്. ഇത് ബീഫ് ബ്രിസ്ക്കറ്റാണ് ഇവിടെ കാണുന്നത് കേട്ടോ, ബീഫ് ബ്രിസ്ക്കറ്റ്. അതുപോലെ തന്നെ ഇവിടെ ഡോണറ്റ്സ് ഉണ്ടാക്കുന്നുണ്ട്. വാവ്. 7 സ്റ്റാർസ് ആണുള്ളതെന്ന് പറഞ്ഞല്ലോ, അതിലൊരെണ്ണമാണ് മാട്രിക്ക്. മറ്റുള്ള സ്റ്റാർസിൻ്റെ ഒക്കെ മോറി നെയിം പിള്ളേർ പറയും, പറഞ്ഞു നോക്കാം. സേറ, ഇഷ പറ, ടെൽ മീ ദ നെയിം. അത് മുഴുവൻ മൗറി നെയിംസ് ആണ് കേട്ടോ, മൗറി നെയിംസ് ആണ്. ന്യൂസിലാൻഡിലെ മൗറികളുടെ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് മൗറിയാണ് ലാംഗ്വേജ്. പക്ഷേ അവർക്ക് റിട്ടൺ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് തന്നെ ഉപയോഗിക്കുന്നത്. ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ലെറ്റേഴ്സ് ഉപയോഗിക്കുന്നു അവരുടെ ഓരോ ഇതായിട്ട്. ഇവിടെ പല സ്ഥലങ്ങൾക്കും മൗറി നെയിമുകളും ഉണ്ട്. ന്യൂസിലാൻഡിൻ്റെ സ്പെഷ്യൽ ഫുഡ് എന്ന് പറഞ്ഞാൽ ഫിംഗർ ചിപ്സ് ആൻഡ് ഫിഷ് ആട്ടോ. അല്ലാതെ സ്പെഷ്യൽ നമ്മുടെ നാട്ടിലെ പോലെ സാമ്പാറോ ഒന്നും കറിയൊന്നുമില്ല. ഇതാണ് ന്യൂസിലാൻഡിൻ്റെ ഫുഡ്. അങ്ങനെ ഗായ്സ്, നമ്മൾ വെയിറ്റ് ചെയ്ത് ഹക്ക വരികയാണ്. ഹക്ക clubs. Second one is diamonds. We all know they're diamonds in that.
ഹക്ക കഴിഞ്ഞു, ഇനി DJ വരാൻ പോവുകയാണ്. അതിനു മുമ്പ് നമുക്ക് കുറേ ലൈറ്റ്സും പരിപാടികളൊക്കെ കാണാം. Alright, please remember, if you've lost anything, make sure you go to the lost tent where it says your neighbourhood. Birthday recently, so happy birthday, little man. Alright. And if you've had a birthday recently, happy birthday to you as well. Remember, Matariki is about remembering the past year. So we just want to acknowledge all those whānau who have lost. രാത്രിയായപ്പോൾ നല്ല രസമുണ്ട്. എല്ലാ മരങ്ങളുടെ അടിയിലും ലൈറ്റ്സ് കൊടുത്തിരിക്കുകയാണ്. പിന്നെ എല്ലാവരും ഇങ്ങനെയുള്ള ലൈറ്റ്സ്, LED ലൈറ്റ്സ് ഒക്കെ മേടിച്ചിട്ടുണ്ട്. ഇനി DJ തുടങ്ങാൻ പോവുകയാണ്. അങ്ങനെ ലൈറ്റ് ഷോ നടന്നുകൊണ്ടിരിക്കുകയാണ്. LED ലൈറ്റ് ഷോ രസമുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ അവർ കുറേ ഫ്യൂംസ് അവിടെ നിന്ന് വിട്ടു. ആ ഫ്യൂംസിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന ലൈറ്റ്സാണ് വന്നുകൊണ്ടിരിക്കുന്നത്. മൗറി ന്യൂസിലാൻഡ് സെറ്റിൽമെൻറ്റിനെ പറ്റി പറയുന്നത് ഏതാണ്ട് 1200-1300 AD പോളിനേഷ്യയിൽ നിന്നും പല ഐലൻഡ്സിൽ നിന്നും വാക്ക എന്ന് പറയുന്ന നമ്മുടെ തോണി പോലുള്ള ഒരു സംഭവത്തിൽ പല സ്റ്റാർസും അതുപോലെ മൂണിൻ്റെ പൊസിഷനും ഒക്കെ നോക്കിയാണ് ന്യൂസിലാൻഡിൽ എത്തിപ്പെട്ടതെന്നാണ് പറയുന്നത്. ആൾതാമസമില്ലാത്ത സ്ഥലങ്ങൾ കണ്ടുപിടിച്ചതിൽ ന്യൂസിലാൻഡാണ് ഏറ്റവും വലിയ മനുഷ്യന് താമസിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം എന്നാണ് പറയപ്പെടുന്നത്. സാമ്പത്തികമായും മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും വളരെ പിന്നിലായിരുന്ന ഒരു ഗോത്രവർഗ്ഗങ്ങളാണ് മൗറികൾ. ഇവരിവിടെ എത്തി പല ട്രൈബ്സ്, ഈ പല ഗ്രൂപ്പുകളായി തിരിഞ്ഞ് പല സ്ഥലങ്ങളിൽ പല ഗോത്ര തലവന്മാരൊക്കെയായി ഇവിടെ കഴിയുകയായിരുന്നു. പല ഗോത്ര തലവന്മാരും ഗ്രൂപ്പുകളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റും പരിപാടികളൊക്കെ തന്നെ പണ്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇവർ മനുഷ്യരെ കൊന്ന് തിന്നുന്ന ഒരു സ്വഭാവവും ഇവർക്കുണ്ടായിരുന്നു എന്ന് പറയുന്നു, പഴമയുള്ളവർ പറയുന്നതാണ്. അങ്ങനെ 1800-കളിൽ ബ്രിട്ടീഷുകാർ ഇവിടെ എത്തുകയും ബ്രിട്ടീഷുകാർ ഇവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സാമ്പത്തികമായി മുൻപന്തിയിൽ നിൽക്കുന്നതാണ്. അങ്ങനെ ഇവരുടെ സാമ്പത്തിക അവസ്ഥ മനസ്സിലാക്കി ഇവരെ ശരിക്കും പറ്റിച്ചു എന്നൊക്കെയാണ് മൗറികൾ പറയുന്നത്. ഇവരെ 1 കിലോ ആപ്പിളും 2 കിലോ മുന്തിരിക്കൊക്കെ കൊടുത്തിട്ട് ഹെക്ടർ കണക്കിന് 1000-10,000 ഏക്കറുകൾ സ്ഥലങ്ങൾ ഇവരുടെ കയ്യിൽ നിന്നും അടിച്ചു മാറ്റി എന്നൊക്കെയാണ് മൗറികൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോഴും മൗറികൾ പറയുന്നുണ്ട് മൗറികളുടെ സ്ഥലം തിരിച്ചു കൊടുക്കണം. അങ്ങനെയുള്ള പല സംഭവങ്ങളും ഇപ്പോഴും നടക്കുന്നുണ്ടോ. അങ്ങനെയാണ് ഏതാണ്ട് 1850-കളിൽ ഒരു കരാറുണ്ടാക്കുന്നു. അതിനാണ് ട്രീറ്റി ഓഫ് വൈറ്റാങ്കി എന്ന് പറയുന്നത്. അങ്ങനെ നിങ്ങൾക്ക് മെട്രാക്കിയുടെ സെലിബ്രേഷൻ ഇഷ്ടപ്പെട്ട് കാണും, ഹക്ക ഇഷ്ടപ്പെട്ട് കാണും, ലൈറ്റ് ഷോ ഇഷ്ടപ്പെട്ട് കാണും. അപ്പോൾ ബൈ ബൈ പറയാണ്. ബൈ ബൈ ഫ്രം